ഇനി പടയപ്പയിലേക്ക് ഈ പടയപ്പ മൂന്നാറിൽ കാട്ടാനക്കൂട്ടത്തോടൊപ്പം ചേർന്നു എന്നാണ് ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നയമക്കാട് എസ്റ്റേറ്റിലാണ് പടയപ്പ ഇപ്പോൾ തമ്പടിച്ചിട്ടുള്ളത്. മതപ്പാടുള്ള പടയപ്പ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 വാഹനങ്ങൾ തള്ളിമറിച്ചിട്ടു, വഴിയോര കടകളും ആക്രമിച്ചു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വിമൽരാജ് പകർത്തിയ പടയപ്പയുടെ പുതിയ ദൃശ്യങ്ങളാണിത്. താങ്ക് യു വിമൽരാജ്. ആനയെ നമ്മൾ കണ്ണു നിറയെ കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. പടയപ്പ പുതിയ ചങ്ങാത്തത്തിലാണോ രാഹുൽ വിജയൻ? പറയൂ. എസ്കെൻ, പടയപ്പ പുതിയ ചങ്ങാത്തത്തിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പക്ഷേ ആ ചങ്ങാത്തത്തിന്റെ ഭാഗമായിട്ടുള്ള അക്രമ സ്വഭാവം ആ പടയപ്പ കാണിക്കുകയും ചെയ്തിരുന്നു. 2 വാഹനങ്ങൾ തകർത്തു, ഒരു വഴിയോര കട തകർത്തു. അങ്ങനെ ആകെ മൊത്തം ഒരു കലിപ്പ് മൂഡിലായിരുന്നു ആ പടയപ്പ ഉണ്ടായിരുന്നത്. അത് മതപ്പാടിലായിരുന്നത് കൊണ്ടാണ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് പടയപ്പ പോയതെന്നാണ് വനംവകുപ്പ് നാട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തായാലും പുതിയ കൂട്ടത്തോടൊപ്പം ചേർന്നപ്പോൾ പടയപ്പ ഒരല്പം ശാന്തനായിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു പിടിയാനയും ഒരു കുട്ടിയാനയും പടയപ്പയുമാണ് ഇപ്പോൾ ഒരുമിച്ചുള്ളത്. അത് നയമക്കാട് എസ്റ്റേറ്റിൽ ഇങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ അക്രമ സ്വഭാവമൊക്കെ ഒരല്പം കുറച്ച് ശാന്തനായി അതിൽ വിലസുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം മൂന്നാറിൽ പടയപ്പയെ കൊണ്ടില്ല. RRT സംഘം കൃത്യമായിട്ട് പടയപ്പയെ നിരീക്ഷിച്ചു വരികയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.